സുധാകരനെതിരെ കൂടോത്രം ചെയ്യണമെങ്കിൽ സതീശൻ കമ്പനി അല്ലാതെ വേറെ ആരും ചെയ്യാൻ സാധ്യതയില്ല. വേറെ ആരാണ് സുധാകരനെതിരെ കൂടോത്രം ചെയ്യാൻ നമ്മുടെ നാട്ടിലുള്ളത്? സുധാകരൻ എന്തായാലും CPM കൂടോത്രം ചെയ്യാൻ സാധ്യതയില്ല. ഞങ്ങൾക്ക് പിന്നെ അങ്ങനെയുള്ള ഏർപ്പാടുമില്ല. സുധാകരനെതിരെ കൂടോത്രം വെച്ചത് സതീശൻ്റെ ആൾക്കാർ തന്നെയായിരിക്കും. അല്ലല്ല, അത് ജില്ല പറയും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ കക്കുന്ന കാര്യത്തിൽ UDF-ഉം LDF-ഉം തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ആകാശപാതയിൽ നല്ല തട്ടിപ്പ് തന്നെ നടന്നിരിക്കുന്നു. കക്കുന്ന കാര്യത്തിൽ കോൺഗ്രസും CPM-ഉം തമ്മിൽ ആകാശത്തും ഭൂമിയിലും പാതാളത്തിലും ഒക്കെ കക്കുക എന്നുള്ളതാണ്. അത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനായാലും വാസവനായാലും എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നു. കേരളം കടുത്ത പ്രതിസന്ധിയിലാണെന്നൊക്കെ പറയും, പക്ഷെ കിട്ടിയ പദ്ധതി എല്ലാം കട്ടുമുടിക്കുകയാണ്. തൃശ്ശൂർ മേയർ MK വർഗീസ് സുരേഷ് ഗോപിയുമായിട്ട് കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തി. ഇന്ന് സുരേഷ് ഗോപിനെ പറയുന്നത് ഉയർന്ന ചിന്താഗതിയുള്ള രാഷ്ട്രീയക്കാരനാണ് MK വർഗീസ്. വർഗീസിനെ പാർട്ടിയിലേക്ക് സ്വാഗതം വിളിച്ചിരിക്കുന്നു. അല്ല, അത് അദ്ദേഹം തീരുമാനിക്കണം. അദ്ദേഹം നല്ല മേയറാണെന്നുള്ള അഭിപ്രായം അവിടുത്തെ ആൾക്കാർ പറയുന്നുണ്ട്. അല്ല, ഞങ്ങളത് ചർച്ച ചെയ്തിട്ടില്ല. അത് നിങ്ങളല്ലേ തീരുമാനിക്കും. ചാനലുകളും പത്രങ്ങളല്ല തീരുമാനിക്കുന്നത്. നിങ്ങൾ തീരുമാനിക്കുന്നു, നിങ്ങൾ എഴുതുന്നു, നിങ്ങൾ വീണ്ടും പറയുന്നു. എനിക്കിതുവരെ അറിവൊന്നുമില്ല. പദവികൾ പാർട്ടി പുനഃസംഘടന ഉണ്ടാകുമ്പോഴല്ലേ കൊടുക്കുന്നത്. പദവികൾ പാർട്ടി പുനഃസംഘടിപ്പിക്കുമ്പോൾ പദവികൾ കൊടുക്കും. PC ജോർജിന് മാത്രമല്ല, പുതുതായിട്ട് വന്ന ആരെയും പുതിയ ഘടകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഞങ്ങൾ ആലോചിച്ചിട്ട് പരിഗണിക്കും. അതൃപ്തി ഉണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞു. എന്നോട് ഒരു അതൃപ്തിയും അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടില്ല. PC ജോർജിൻ്റെ കൂടെ വന്ന ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെല്ലാം അവരവരുടെ അർഹതയ്ക്കും യോഗ്യതയ്ക്കും അനുസരിച്ച് പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിൽ ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യും. ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വന്ന ആരും വഴിയാധാരമാവുകയോ അനാഥമാവുകയോ ചെയ്തിട്ടില്ല. UDF-ൻ്റെ ജില്ലാ ചെയർമാൻ ധീരമായൊരു നിലപാട് സ്വീകരിച്ചു. അദ്ദേഹത്തിനൊരു പാർട്ടിയുണ്ട്. ആ പാർട്ടി NDAയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ഞാൻ എപ്പോഴേ പറഞ്ഞില്ല, അവർ അസ്തമിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. CPIM എന്ന് പറയുന്ന ഒരു പാർട്ടി രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് അസ്തമിക്കാൻ പോവുകയാണ്. ഇതൊരു ചെറിയ തിരിച്ചടിയല്ല, അടിവേരിനാണ് ക്ഷതം സംഭവിച്ചിരിക്കുന്നത്. പണ്ട് കാലത്ത് വോട്ടർമാർ അനുഭാവികൾ കൈയൊഴിയും, പാർട്ടി കേഡറുകൾ കൈയൊഴിയില്ല. ഇത്തവണ കൂടോടെ പാർട്ടി കേഡറുകളാണ് കൈയൊഴിഞ്ഞിരിക്കുന്നത്. അതിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾക്ക് പരിഹാരം കാണാതെ അതുകൊണ്ട് ഞാൻ ആദ്യമേ എൻ്റെ ഫസ്റ്റ് ഭാഗം തന്നെ അതായിരുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം പാർട്ടി മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളും പാർട്ടി നേതാക്കളും ചെയ്ത തെറ്റുകളാണ്, പിന്നെ അവരുടെ നയത്തിലെ തെറ്റാണ്. ഇത് രണ്ടും തിരുത്താൻ തയ്യാറില്ലെന്ന് അവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പാർട്ടി രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷ ആരും വെച്ച് പുലർത്തേണ്ടതില്ല. ബംഗാളിലേക്കാളും ത്രിപുരയേക്കാളും ദയനീയമായ പതനമായിരിക്കും കേരളത്തിലെ CPIM-നെ കാത്തിരിക്കുന്നത്.